നമസ്കാരം, വീട്ടമ്മാസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിൽ വീണ്ടും ദോശക്കല്ലിൽ ഒരു കുക്കീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പൈനാപ്പിൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള കുക്കീസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും പൈനാപ്പിളിൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു 50 ഗ്രാം ബട്ടറും ഒരു 70 ഗ്രാമോളം പൊടിച്ച പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ പൊടിച്ച പഞ്ചസാര പതുക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് മിക്സായി വരും. നല്ല ഇങ്ങനെ പതപതാന്ന് വരും, ഫ്ലഫി ആയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ വേണ്ടുന്ന ആ ഒരു കണ്ടീഷൻ. ഇനി നമുക്കിതിലോട്ട് എസൻസ് ഒഴിച്ചു കൊടുക്കണം. വാനില എസൻസ് 1 ടീസ്പൂൺ, പൈനാപ്പിൾ എസൻസ് 1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട നന്നായിട്ട്, ഒരു മുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയും മഞ്ഞയൊന്നും മാറ്റുമൊന്നും വേണ്ട, മൊത്തത്തിൽ തന്നെ ഫുൾ മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ഒഴിച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് പിരിഞ്ഞ പോലെ വരും, പക്ഷേ അത് മൈൻഡ് ചെയ്യേണ്ട, അങ്ങ് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അത് ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ നമുക്ക് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുമല്ലോ. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ്, ലിക്വിഡ് ഫുഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരു 3 to 4 ഡ്രോപ്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു യെല്ലോ കളർ കിട്ടണമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ ജെല്ലൊക്കെ ആണെങ്കിൽ അത്ര 3 to 4 വേണ്ടി വരത്തില്ല, ഒരു ഡ്രോപ്പൊക്കെ മതിയാവും തോന്നും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾ പർപ്പസ് ഫ്ലോർ ഒരു 1.5 തൊട്ട് 1.25 കപ്പ് വരെ നമുക്ക് വേണ്ടി വരും. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ലൂസെന്ന് തോന്നും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ കൂടുതലാണ്, മൈദമാവ് നമ്മൾ കുറച്ച് കൂടുതൽ പൊടി എടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് ആ ഒരു കുക്കീസിൻ്റെ ആ ഡഫിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അതായത് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഉരുളയായിട്ട് കുഴച്ചുരുട്ടി വെക്കാനായിട്ട് പറ്റണം. പക്ഷെ നമ്മളിങ്ങനെ കൈകൊണ്ട് പിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിപിരാന്ന് വരണം. അതാണ് ആ കുക്കീസിൻ്റെ ഡഫിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഡവ് റെഡിയായി. ഈ സമയം കൊണ്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത് നമ്മുടെ ദോശക്കല്ല് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ടയ്ക്കുവാണ്. അപ്പം നമുക്കിത് എല്ലാം, നമ്മുടെ ഈ മാവെല്ലാം ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലെ ബോളുകളായിട്ട് ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വരകൾ ഇട്ട് കൊടുക്കാം. അത് അറ്റം വരെ ഒരുപാട് അങ്ങ് താഴ്ന്നു പോകരുത്, അതിൻ്റെ ഒരു പകുതി വരെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഡിസൈൻ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ബോൾസിലും ഞാൻ ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്ന ദോശക്കല്ലുണ്ടല്ലോ, തവയുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ദോശക്കല്ല് ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണ്ടി വരും ഇതൊന്ന് ബേക്കായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ബോളിൻ്റെ വലുപ്പം ഒക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വേരി ചെയ്യും. അതുപോലെ ഇത് സിമ്മിലിട്ട് വേണം നമുക്ക് ബേക്ക് ചെയ്യാനുള്ളത്. സിമ്മിലിടുന്ന പോലെ തന്നെ ലോ ബർണറിൽ, ചെറിയ ബർണർ ഉണ്ടല്ലോ, സ്മോൾ ബർണർ ഉണ്ടല്ലോ, അതിൽ സിമ്മിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്, മൂടി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശം ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നമ്മുടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പാകമായി എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പൊക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഞാൻ വെച്ച് കൊടുക്കണം. എല്ലാം കൂടി ഒരു ട്രിപ്പിൽ വെക്കരുത് കേട്ടോ, കാരണം ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്നിങ്ങനെ ഊറി വരുന്ന പോലെ തോന്നും. ഓയിലോ ബട്ടറോ ഒക്കെ ഇങ്ങനെ മെൽറ്റായി ഊറി വരണം. അതിന് കറക്റ്റ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ കുക്കീസ് എല്ലാം ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്തിട്ട് വേണം എടുക്കാൻ, എന്നാൽ മാത്രമേ ആ സോഫ്റ്റ് ഒന്ന് മാറിയിട്ട് നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തുള്ളൂ, ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നോക്കിക്കേ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കറക്റ്റ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ മധുരം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മധുരം ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 50 ഗ്രാംസ് എടുത്താലും മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.